നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും വൈറ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ച നാടകീയമായ രംഗമായിട്ടാണ് എല്ലാവരും വിശദീകരിക്കുന്നത്. അത്യപൂർവമായ ഒരു സംഭവമായിരുന്നു അവിടെ നടന്നത്. സാധാരണ വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നവരൊക്കെ തന്നെയും ട്രംപുമായി സൗഹൃദ സംഭാഷണത്തിലാണ് ഏർപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സെലൻസ്കി നടത്തിയത് ഒരു മാസ് പ്രകടനമായി തന്നെ ലോകമെമ്പാടും വാഴ്ത്തി. ഈ നാടകീയമായ കൂടിക്കാഴ്ചയും തർക്കത്തിനും ഒടുവിൽ അലസിപ്പിരിഞ്ഞതിന് പിന്നാലെ ഈ വിഷയത്തിൽ തമാശ കലർന്ന പോസ്റ്റുമായി പലരും രംഗത്തെത്തി. ഇപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ ഇന്ത്യൻ പ്രമുഖ വ്യവസായി ഹർഷ ഗോയങ്കയുടെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. ബോളിവുഡ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നുവെന്നാണ് RPG എന്റർപ്രൈസസ് ചെയർമാനായ ഗോയങ്കയുടെ പ്രധാനപ്പെട്ട കമന്റ്. 1995 ഇറങ്ങിയ ഹിന്ദി സിനിമയായ ഹം ദോനോയിലെ രംഗം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. ഹം ദോനോയിലെ ഋഷി കപൂറും നാനാ പടേക്കറും രൂക്ഷമായ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതാണ് ഈ ദൃശ്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഋഷി കപൂറിനെ ട്രംപായിട്ടും പിന്നീട് നാനാ പടേക്കറെ സെലൻസ്കി ആയിട്ടുമാണ് സങ്കല്പിച്ചുകൊണ്ടുള്ളത്. വീഡിയോയുടെ താഴെ തന്നെ ഇത് കൊടുത്തിട്ടുമുണ്ട്. അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് ആവേശഭരിതമായി ഇന്ത്യ ഒട്ടാകെ പ്രശസ്തിയിലേക്ക് എത്തുകയായിരുന്നു. ഞാൻ നിങ്ങളുടെയോ നിങ്ങളുടെ പിതാവിന്റെയോ ജോലിക്കാരനല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഋഷി കപൂറിന്റെ കഥാപാത്രം തർക്കത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് പറയുന്നു. ഇതോടെ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് നാനാ പടേക്കറുടെ കഥാപാത്രം മറുപടി പറയുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രംഗം. ഇവർ രണ്ടുപേരുടെയും സംസാരം തന്നെയാണ് ഈ വീഡിയോയിലെ പ്രധാന ഉള്ളടക്കം എന്ന് പറയാം. ഇതോടെ ഋഷി കപൂറിന്റെ കഥാപാത്രം പറയുന്ന വാക്കുകളാണ് ട്രംപ് സെലൻസ്കി തർക്കവുമായി ചേർത്ത് വായിക്കുമ്പോൾ ചിരി ഉണർത്തുന്നത് എന്ന് പറയുന്നു. ഇത് തികച്ചും നർമ്മത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും ആരും ഇത് കണ്ട് പ്രകോപിതരാകരുത് എന്നും പറയുന്നുണ്ട്. നാവടക്കൂ, പ്രശ്നം നിങ്ങളുടെ ഭാഗത്താണെന്നും നിങ്ങൾക്ക് പണം വേണമെന്നും ശരിയായ രീതിയിൽ അപേക്ഷിക്കൂ എന്നും പ്ലീസ് എന്ന് പറയൂ എന്നും എന്നോട് യാചിക്കൂ എന്നും ഇങ്ങനെയാണോ സഹായം ചോദിക്കേണ്ടതെന്നുമൊക്കെ ഋഷി കപൂർ, അതായത് നമ്മുടെ ട്രംപിന്റെ കഥാപാത്രം ചെയ്യുന്ന വ്യക്തി, അതിനനുസരിച്ച് തന്നെ പറയുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ നടന്ന തർക്കത്തിൽ ഏറ്റവും യോജിച്ച സിനിമാ രംഗമാണിതെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേര് തന്നെ രംഗത്തെത്തുന്നുണ്ട്. ഈ പോസ്റ്റിന് ചുവടെ കമന്റ് ചെയ്തിരിക്കുന്നതും അത് തന്നെയാണ്. വൈറ്റ് ഹൗസിൽ നടന്ന തർക്കം അതേപടി പുനരാവിഷ്കരിക്കുന്ന രീതിയിലായിരുന്നു 95 ഇറങ്ങിയ സിനിമയിലെ ഈ ഒരു പ്രശ്നം പോലും. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴാണ് ഇറങ്ങിയതെങ്കിൽ ട്രംപ് ഒരു പക്ഷേ ഈ സിനിമ തന്നെ ബാൻ ചെയ്തേനെ എന്ന് പറയുന്നവരുണ്ട്. അന്നത്തെ ഈ സിനിമയിലെ രംഗമെന്ന് പലരും കമന്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം വൈറലായി മാറുന്നത്. വൈറ്റ് ഹൗസിൽ നടന്ന വലിയ കുഴപ്പത്തിലാണ് പെട്ടിരിക്കുന്നതെന്നും നിങ്ങൾ യുദ്ധത്തിൽ ജയിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞാണ് ട്രംപ് സെലൻസ്കിയെ പ്രതിരോധത്തിലാക്കിയതെന്ന് പറയുന്നു. അമേരിക്ക തന്നെ ചെയ്ത സാഹസങ്ങൾക്ക് നന്ദി പറയണമെന്നും ട്രംപും വൈസ് പ്രസിഡന്റും JD വാൻസും സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ രൂക്ഷ വാഗ്വാദത്തിന് ശേഷം നിരവധി ട്രോളുകൾ നിറയുന്നുണ്ട്. എല്ലാവരും ട്രംപിന്റെ അഹങ്കാരത്തോടു കൂടിയ സംസാരത്തെ കുറിച്ച് തന്നെയാണ് ട്രോളിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത്. അത്രയും കടുത്ത രീതിയിൽ ട്രംപ് സംസാരിച്ചിട്ടും ട്രംപിന്റെ കൂട്ടരുടെ മുന്നിൽ വെച്ച് ഒറ്റയ്ക്ക് മാസായി പ്രകടനം നടത്തിയ സെലൻസ്കി തന്നെയാണ് കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വ്യക്തി. യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് ഇരുവരുടെയും ഈ തർക്കം തന്നെ സംഭവിക്കുന്നത്. വാഗ്വാദത്തിന് പിന്നാലെ ധാതു കരാറിൽ ഒപ്പുവയ്ക്കാതെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയതും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. ഇരുവരും നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനവും ഇതോടെ റദ്ദാക്കിയിരിക്കുകയായിരുന്നു. റഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടും ധാതു കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ട്രംപുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിലാണ് ഇരുവരുടെയും വാഗ്വാദം ഉണ്ടായത്. റഷ്യയുമായുള്ള സമാധാന കരാറിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഏത് നിബന്ധനയും അനുസരിക്കണമെന്ന നീക്കമാണ് സെലൻസ്കിയെ ചൊടിപ്പിച്ചത്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി വേണമെന്നാണ് ട്രംപ് സെലൻസ്കിയോട് രൂക്ഷമായി പറഞ്ഞത്. സെലൻസ്കി മൂന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്ന് ട്രംപ് ചോദിക്കുകയുമുണ്ടായി. പുടിനുമായി വിട്ടുവീഴ്ച പാടില്ലെന്നും അമേരിക്ക ബാധ്യത നിറവേറ്റാൻ തയ്യാറാകണമെന്നും സെലൻസ്കി തിരിച്ചടിച്ചു. ഇങ്ങനെ ഇരുവരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമാണ് ഉണ്ടായത്. വേണ്ടി വന്നാൽ യുക്രൈനെ ആകെ ഒഴിയുമെന്നും കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസും മുന്നറിയിപ്പ് നൽകിയതോടെ തന്നെ ഒരു കൂസലുമില്ലാതെ തന്നെ സെലൻസ്കി ഇതിനെ തുടരുകയായിരുന്നു. തർക്കത്തിന് പിന്നാലെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുമായിരുന്നു.